എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ചുള്ള കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് എപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ സെയിം സ്കൂളിലേക്കോ നിങ്ങൾക്ക് തേർഡ് ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഈ ഒരു ജൂൺ 18-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ജൂൺ 18-ാം തീയതിയോടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഈ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്കിപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണോ ക്ലാസ്സുകൾ അതായത് ഈ ഒരു ക്ലാസ്സുകൾ അതായത് ഓരോ കോഴ്സ് കോമ്പിനേഷൻ്റെയും ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു +1-ന് അതായത് 6 സബ്ജക്റ്റാണുള്ളത്. 6 സബ്ജക്റ്റിൽ എല്ലാവർക്കും നിർബന്ധമായിട്ടും പഠിക്കേണ്ട സബ്ജക്റ്റ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, സംസ്കൃതം ഉണ്ടാവും, ഉറുദു ഉണ്ടാവും, അറബിക് ഉണ്ടാവും. അതുപോലെ വിവിധ ഭാഷകൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ ഉണ്ടാവും. എല്ലാ സ്കൂളുകളിലും ഈ ഒരു മിനിമം ഒരു മലയാളം അതുപോലെ ഹിന്ദി ഇങ്ങനെയുള്ള 2 സെക്കൻഡ് ലാംഗ്വേജിലാണ് സാധാരണ ഇതിൽ കാണാറുള്ളത്. ചില സ്കൂളുകളിൽ രണ്ടിലധികം ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ 6 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് +1-ന് പഠിക്കാനുള്ളത്. അതിൽ ഒരു വിഷയം ഇംഗ്ലീഷാണ്, രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അതായത് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ബാക്കിയുള്ള 4, 5, 6 സബ്ജക്റ്റുകൾ നിങ്ങളുടെ കോഴ്സ് കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് ഇരിക്കുക. നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ അതിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയാണ് ഉണ്ടാവുക. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കോഴ്സ് കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള 4 സബ്ജക്റ്റുകൾ വരുന്നത്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജും തിരഞ്ഞെടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഇന്ന് സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ക്ലാസ് എവിടെ നിന്നാണ് കിട്ടുക എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് തരിക. അപ്പോൾ നിങ്ങൾ വേറെ എവിടെയും പോവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് ഈ ഒരു വിദ്യാർത്ഥികൾ ചോദിച്ചതായിരുന്നു ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്തവരെ സെപ്പറേറ്റ് സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുത്തവരെ അതിനനുസരിച്ച് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണോ ക്ലാസ്സുകൾ അതായത് ഈ ഒരു ഡിവിഷനുകളിലേക്ക് മാറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സ് കോമ്പിനേഷനും എത്ര വീതം ബാച്ചുകളുണ്ട് അതിനനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിലേക്ക് അതായത് ഇന്ന ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അസൈൻ ചെയ്യുന്നത്. അതായത് അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന ക്ലാസ്സിലാണ് നിങ്ങളുടെ അതായത് ഇന്ന ഡിവിഷനാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ എത്ര ഡിവിഷൻ ഒരു കോഴ്സ് കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി നോക്കിയിട്ട് മാത്രമാണ് നിങ്ങളെ ഒരു ക്ലാസ്സിലേക്ക് അതായത് ഇന്ന ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ തരംതിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില സ്കൂളുകളിൽ ഒരു കോഴ്സിന് ഒറ്റ ബാച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ചില സ്കൂളുകളിലൊക്കെ ഒരു ബാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു ക്ലാസ് മാത്രമേ കമ്പ്യൂട്ടർ സയൻസിനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ 60 വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക, മാക്സിമം 60 വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. ചില സ്കൂളിൽ ചിലപ്പോൾ 1, 2 വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയേക്കാം. അപ്പോൾ ഈ ഒരു മാക്സിമം 60 വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 60 വിദ്യാർത്ഥികളിൽ 30 വിദ്യാർത്ഥികൾ മലയാളമാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്. അതുപോലെ 30 വിദ്യാർത്ഥികൾ ഹിന്ദിയാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും കോഴ്സ് കോമ്പിനേഷനിൽ ഇതേ രീതിയിൽ വിദ്യാർത്ഥികൾ അതായത് ഇതോ അല്ലെങ്കിൽ ഇതുമായി അതായത് ചെറിയ ആ ഒരു മാറ്റത്തിൽ ഈ ഒരു മലയാളവും ഹിന്ദിയും സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കൊമേഴ്സിൽ അതായത് കൊമേഴ്സ് നോക്കുന്ന സമയത്ത് കൊമേഴ്സിൽ ഈ ഒരു രീതിയിൽ തന്നെ അതായത് ഇവിടെ 30 വിദ്യാർത്ഥികളാണ് മലയാളം സെലക്ട് ചെയ്തത്. എന്നാൽ കൊമേഴ്സിൽ 31 വിദ്യാർത്ഥികൾ ഈ ഒരു മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി അതായത് ഈ ഒരു
29 വിദ്യാർത്ഥികൾ ഹിന്ദിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു സ്കൂളിൽ തന്നെ ആ ഒരു കോഴ്സുകൾ നോക്കുന്ന സമയത്ത് അതിൽ 30 വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സയൻസിൽ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്, 30 വിദ്യാർത്ഥികൾ ഹിന്ദിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിൽ 31 വിദ്യാർത്ഥികൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്, 29 വിദ്യാർത്ഥികൾ ഹിന്ദിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് 2 പേർക്കും, അതായത് ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആ ഒരു ക്ലാസ്സിനും അതുപോലെ കൊമേഴ്സിൻ്റെ ക്ലാസ്സിനും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് നടത്തുക ഒരേ സെയിം പീരീഡിലായിരിക്കും നടത്തുക. സെയിം പീരീഡ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ദിവസം രാവിലെ രണ്ടാമത്തെ പീരീഡാണ് സെക്കൻഡ് ലാംഗ്വേജ് ഈ ഒരു കൊമേഴ്സിനെങ്കിൽ, അന്നേ ദിവസം ആ ഒരു രണ്ടാമത്തെ പീരീഡിൽ തന്നെ ആയിരിക്കും കമ്പ്യൂട്ടർ സയൻസിനും സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് രണ്ട് ക്ലാസ്സിനും ഒരേ സെയിം പീരീഡിൽ സെക്കൻഡ് ലാംഗ്വേജ് ആ ഒരു രീതിയിലാണ് പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഏത് ക്ലാസ്സിലാണ് മലയാളത്തിൻ്റെ ക്ലാസ് നടത്തേണ്ടത്, ഏത് ക്ലാസ്സിലാണ് ഹിന്ദി ക്ലാസ് നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ ഈ ഒരു ഹിന്ദി ക്ലാസ് വെക്കാം, അതുപോലെ കൊമേഴ്സിൻ്റെ ക്ലാസ്സിൽ മലയാളം വെക്കാം എന്നുള്ള രീതിയിൽ ആണ് സെറ്റ് ചെയ്തതെങ്കിൽ, ഈ ഒരു കൊമേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക്, അതായത് ഈ ഒരു ലാംഗ്വേജിൻ്റെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പീരീഡിൽ ഈ ഒരു 30 മലയാളം സബ്ജക്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് ആ ഒരു ക്ലാസ്സിൽ ആ ഒരു മലയാളത്തിൻ്റെ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സിനായിട്ട് പോവുക. അതുപോലെ തന്നെ കൊമേഴ്സിലുള്ള ആ ഒരു 29 ഹിന്ദി സബ്ജക്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പീരീഡിൽ പോവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ച് സ്വന്തം ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പീരീഡ് എപ്പോഴാണ് ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ക്ലാസ്സിലേക്ക് പോവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ക്ലാസ് കഴിയുന്ന സമയത്ത് തിരിച്ച് അടുത്ത പീരീഡിൻ്റെ അടുത്ത സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ സ്വന്തം ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് തരിക. ഇനിയിപ്പോൾ ചില സ്കൂളുകൾ ആണെങ്കിൽ ഒന്നിലധികം ബാച്ചുകൾ ഉണ്ടാകും. ഒന്നിലധികം ബാച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കാം. കമ്പ്യൂട്ടർ സയൻസിന് തന്നെ ഈ ഒരു ഏകദേശം, അതായത് 2 ബാച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. 2 ബാച്ച് എന്ന് പറയുമ്പോൾ 60, ഒരു ബാച്ചിൽ 60, മറ്റേ ബാച്ചിൽ 60. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു 2 ബാച്ചുകളുണ്ട്, 60 വെച്ച് വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ, ഇവിടെ നോക്കുന്ന സമയത്ത് 60 വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസിലെ 60 വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തത് മലയാളമാണെന്ന് വിചാരിക്കുക. അതായത് 60 വിദ്യാർത്ഥികൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തത് മലയാളമാണ്, 60 വിദ്യാർത്ഥികൾ ഹിന്ദിയാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഹിന്ദിയാണ് അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇതിനെ 2 ബാച്ചാക്കും. 2 ബാച്ചാക്കുകയല്ല, 2 ബാച്ച് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ബാച്ച് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഒരു ബാച്ച് ഹിന്ദി സബ്ജക്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട്, അതായത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പീരീഡ് ആക്കിയാലും ഈ ഒരു രീതിയിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ആ ഒരു ക്ലാസ്സിൽ ആ ഒരു സെയിം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ മറ്റൊരു ക്ലാസ്സിൽ ആ ഒരു സെയിം സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മാത്രം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്ലാസ് സെറ്റ് ചെയ്യുക. ഒരു സ്കൂളിൽ എത്ര ബാച്ച്, അതായത് സെയിം കോഴ്സ് കോമ്പിനേഷനിൽ എത്ര ബാച്ച് ഉണ്ട് എന്നുള്ളതും അതുപോലെ എത്ര വിദ്യാർത്ഥികൾ സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സ്, അതായത് വിവിധ സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു ബാച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ചേർന്നിട്ട് തീരുമാനിച്ചിട്ട് ആ ഒരു പീരീഡും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ് തരിക. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം എന്നുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ ജൂൺ 18-ാം തീയതി ആരംഭിക്കും. അതിനു മുമ്പായിട്ടുള്ള ആ ഒരു സമയം നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ മാറ്റം കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.